ബോബി ചെമ്മണ്ണൂർ ഒരു സിനിമാ നടിയെ വാക്കുകൾ കൊണ്ട് അപമാനിച്ചതിന് അയാൾ 2-3 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. RJ അഞ്ജലിയും അവരുടെ കൂട്ടുകാരിയും കൂടി മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ വിളിച്ച് അധികമാരും മെഹന്തി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് മെഹന്തി ചെയ്ത് കൊടുക്കണമെന്ന് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും എന്നിട്ട് അവർ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. സമൂഹം അത് ഇളവി. എന്നിട്ടും അവരെ എന്താ അണ്ണാ പിടിച്ച് ജയിലിലിടാത്തത്? അതിന് സിമ്പിളായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി കൊടുക്കാൻ ആ നടി, അപമാനിക്കപ്പെട്ട നടി തയ്യാറായിരുന്നു. അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇതാണ്, പരാതി കൊടുക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുക്കാത്തതും അത്തരത്തിലൊരു FIR രജിസ്റ്റർ ചെയ്യാത്തതും ഈ RJ അഞ്ജലിയും കൂട്ടുകാരിയും പിടിച്ച് ജയിലിലിടാത്തതും. ഇനി അഥവാ മെഹന്തി ആർട്ടിസ്റ്റ് അത്തരത്തിലൊരു പരാതി കൊടുത്തിരുന്നെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ് വക്കീലെണ്ണ അവർക്കെതിരെ ചുമത്തുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് വകുപ്പുകൾ. BNS 352 പ്രകാരം ഒരാളെ മനഃപൂർവ്വമായി ഏതെങ്കിലും വിധത്തിൽ അപമാനിക്കുക 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. BNS 79 ഒരു സ്ത്രീയുടെ ചാരിത്രത്തെ കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ വാക്കോ ആംഗ്യങ്ങളോ പ്രവൃത്തിയോ ചെയ്യുക 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണത്. BNS 356 ഒരാളെ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അപമാനിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യുക, ഇതിന് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. ഏറ്റവും കടുപ്പമുള്ള സെക്ഷൻ എന്ന് പറയുന്നത് 67 IT ആക്ട് ആണ്. ലൈംഗികമായി പ്രകോപിപ്പിക്കുന്ന രീതിയിൽ വാക്കുകളോ പ്രവൃത്തികളോ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുക 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഈ സെക്ഷനിലാണ് ബോബി ചെമ്മണ്ണൂർ ഉള്ളയായി പോയത്. ഇത്രയും കോലാഹലം ഉണ്ടായതിനു ശേഷം RJ അഞ്ജലി അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ച ഒരു സ്ക്രീൻഷോട്ടാണ് എന്നെ ഏറെക്കുറെ ചിന്തിപ്പിച്ചത്. അരിയും തിന്ന് ആശാരിച്ചിയും കടിച്ച് എന്നിട്ടും പട്ടിക്ക് മുറുമുറുപ്പ്.